ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എന്നത്തെ പോലെയുള്ള എൻ്റെ സ്ഥിരം ചോദ്യമാണിത്. കൂട്ടുകാരൊക്കെ സുഖമായിട്ടിരിക്കുന്നെന്ന് അറിയുന്നു, ആഹാരമൊക്കെ കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഇന്നലെ നമ്മൾ ചില്ലക്ഷരങ്ങൾ പഠിച്ചിരുന്നു, ഓർമ്മയുണ്ടോ? ചില്ലക്ഷരങ്ങൾ പഠിച്ചത് കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതി നോക്കിയോ? എഴുതി നോക്കിയെങ്കിൽ അത് മനസ്സിലായെങ്കിൽ നിങ്ങളത് ഓർമ്മയിൽ എപ്പോഴും വെച്ചിരിക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചോദിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുമ്പോൾ അത് ബുക്കിലൊന്ന് എഴുതി നോക്കുക. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയ കഥ പറയാനാണ്. കഥ എന്ന് പറയുമ്പോൾ സാധാ കഥകളൊന്നുമല്ല. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ? ഒരുപാട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്ത ഒരുപാട് മനുഷ്യരുണ്ട് അല്ലേ? മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അതേപോലെ തന്നെ വിവേകാനന്ദ സ്വാമി, ചട്ടമ്പി സ്വാമിയ, ശ്രീനാരായണ ഗുരു, അങ്ങനെ തുടങ്ങി ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ തന്നെ, നമ്മുടെ പല സമുദായങ്ങൾക്കും നമ്മുടെ സമൂഹത്തിൽ എല്ലാ ജനങ്ങൾക്കും നന്മ വർദ്ധിച്ച ഒരുപാട് നന്മയുള്ള ആൾക്കാർ പണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു ബുദ്ധൻ. കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ ബുദ്ധനെ പറ്റി? കേട്ടിട്ടുണ്ടാവും അല്ലെ? ബുദ്ധൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെയധികം നല്ല ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നെന്ന് അറിയാമോ? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് സിദ്ധാർത്ഥൻ എന്നായിരുന്നു. എന്തായിരുന്നു? സിദ്ധാർത്ഥൻ എന്നായിരുന്നു. കൂട്ടുകാർക്കറിയും അല്ലെ? ഇപ്പൊ പല കൂട്ടുകാരും സിദ്ധാർത്ഥൻ എന്നു പേരുള്ള കൂട്ടുകാരുണ്ടായിരിക്കും അല്ലെ? അവർക്കൊക്കെ ഇപ്പൊ മനസ്സിലായി കാണും, സാക്ഷാ ഗൗതമ ബുദ്ധന്റെ പേരാണ് അവർക്ക് ഇട്ടിരിക്കുന്നതെന്ന്, സിദ്ധാർത്ഥൻ. അത് മാത്രമല്ല കേട്ടോ, ഗൗതമ ബുദ്ധന് വേറെയും പേരുകൾ ഉണ്ടായിരുന്നു. സിദ്ധാർത്ഥൻ മാത്രമല്ല, ഗൗതമൻ, ശാക്യമുനി എന്നുമൊക്കെ അദ്ദേഹത്തിന് പേരുകൾ ഉണ്ടായിരുന്നു. ഇനി ഗൗതമ ബുദ്ധൻ ആരായിരുന്നു എന്ന് അറിയണ്ടേ? ഗൗതമ ബുദ്ധൻ എന്ന് പറയുന്നത് ബുദ്ധമതത്തിന്റെ സ്ഥാപകൻ കൂടി ആയിരുന്നു. അദ്ദേഹമാണ് ബുദ്ധമതം എന്ന് പറയുന്ന ഒരു മതം സ്ഥാപിച്ചത്. അദ്ദേഹം അതിന്റെ സ്ഥാപകൻ കൂടിയാണ്. അദ്ദേഹം വളരെ നല്ല ഒരു വ്യക്തിയും സമൂഹത്തിന് വേണ്ടി ഒരുപാട് നന്മയും സേവയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചതിന് ശേഷം, സന്യാസം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ കഥകളിൽ ഒരെണ്ണം മാത്രമാണ് കൂട്ടുകാരെ ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതിൽ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ നമുക്ക് നേടാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബുദ്ധന്റെ ജീവിത കഥകളിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് ബുദ്ധന്റെ അങ്ങനെയുള്ള ഒരു കഥയാണ്. ബുദ്ധൻ ആരാണെന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഞാൻ പറയാതെ തന്നെ ബുദ്ധനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അദ്ദേഹത്തെ എത്രത്തോളം നന്മയുള്ള മനുഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും കുറെ ശിഷ്യന്മാരൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ശിഷ്യന്മാരോടൊപ്പം അദ്ദേഹം പോയപ്പോഴുള്ള ഒരു ചെറിയ കഥയാണ് ഞാനിവിടെ പറയുന്നത്. അതായത് കഥ ഞാൻ തുടങ്ങുവാണ്. ഒരു ദിവസം ബുദ്ധന്റെ ശിഷ്യന്മാരും കൂടി ബീഹാറിലെ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടന്നു പോവുകയായിരുന്നു. പഴയതുപോലെ ആൾക്കാരുടെ ക്ഷേമമൊക്കെ അന്വേഷിച്ച്, അവരുടെ കുശലമൊക്കെ അന്വേഷിച്ച് ബുദ്ധനും ശിഷ്യന്മാരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് പറ്റി? നമ്മുടെ ബുദ്ധന്റെ ഒരു ശിഷ്യൻ ഓടി വന്ന് ബുദ്ധന്റെ അടുത്തോട്ട്. അപ്പൊ ബുദ്ധൻ നോക്കിയപ്പോൾ എന്താ? ശിഷ്യന്റെ മുഖം അമിതമായിട്ട് വാടിയിരിക്കുന്നു. ബുദ്ധന് കാര്യം മനസ്സിലായില്ല. ബുദ്ധൻ ശിഷ്യനോട് ചോദിച്ചു, എന്താണ് ശിഷ്യ നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ന്. ഉടനെ നമ്മുടെ ശിഷ്യൻ പറഞ്ഞ മറുപടി എന്തായിരുന്നെന്നോ? ശിഷ്യൻ പറഞ്ഞ മറുപടി, അവിടെ മരച്ചുവട്ടിൽ ഒരു യാചകൻ ഇരിപ്പുണ്ട്. ആരിരിപ്പുണ്ട്? ഒരു യാചകൻ ഇരിപ്പുണ്ട്. ആ യാചകൻ അവിടെ വിഷമിച്ചിരിക്കുന്നത് ഈ ശിഷ്യൻ കാണാൻ ഇടയായി. വിഷമിച്ചിരിക്കുന്ന യാചകനെ കണ്ടപ്പോൾ ശിഷ്യന് വിഷമമായി. അദ്ദേഹം എന്തു ചെയ്തു? യാചകന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. ഒരുപാട് ധർമ്മങ്ങളൊക്കെ അദ്ദേഹത്തിന് ശിഷ്യൻ പറഞ്ഞു കൊടുത്തു. എന്തിന്? യാചകന് സന്തോഷമാവാനും, യാചകൻ ഒന്നുകൂടി ഉന്മേഷമാവാനും, യാചകന് ആ വിഷമമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി നമ്മുടെ ശിഷ്യൻ കണ്ടെത്തിയ മാർഗമായിരുന്നു യാചകൻ ഒരുപാട് ധർമ്മങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ശിഷ്യൻ യാചകന് ധർമ്മങ്ങൾ പറഞ്ഞു കൊടുത്തു.
പക്ഷേ ശിഷ്യൻ അവിടെ വിഷമമാണ് സംഭവിച്ചത്. കാരണം എന്താ? ശിഷ്യൻ ഇത്രയും ധർമ്മങ്ങൾ പറഞ്ഞിട്ടും നമ്മുടെ യാചകന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല. ശിഷ്യൻ പറഞ്ഞു കേട്ട് അദ്ദേഹം ഗൗനിക്കുക പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് സാരം. ഈ കാര്യം ശിഷ്യൻ നമ്മുടെ ഗൗതമ ബുദ്ധനോട് പറഞ്ഞു. ബുദ്ധനോട് പറയുകയുണ്ടായി. അന്നേരം ഗൗതമ ബുദ്ധൻ ചോദിച്ചു, അതെന്താണ് അങ്ങനെ? എന്നാലൊന്ന് അത് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് തൻ്റെ മറ്റു ശിഷ്യന്മാരെ കൂട്ടി ഗൗതമ ബുദ്ധൻ എവിടെ പോയി? ആ യാചകന്റെ ഇരിക്കുന്ന മരച്ചുവട്ടിലേക്ക് ഗൗതമ ബുദ്ധൻ പോയി. അവിടെ പോയപ്പോൾ നമ്മുടെ ഗൗതമ ബുദ്ധൻ കണ്ട കാഴ്ച വളരെയധികം ദയനീയമായി. എന്ത് കാഴ്ചയായിരുന്നെന്ന് വെച്ചാൽ, ഒരു പാവി യാചകൻ, അദ്ദേഹമോ വയറെല്ലാം ഒട്ടി, അദ്ദേഹത്തിൻ്റെ കവിളെല്ലാം ഒട്ടി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളെല്ലാം കുഴിഞ്ഞ് വളരെയധികം പട്ടിണി കിടന്ന് അവശനായ ഒരു യാചകനായിരുന്നു അദ്ദേഹം. അപ്പോൾ നമ്മുടെ ഗൗതമ ബുദ്ധൻ എന്ത് ചെയ്തു? ഗൗതമ ബുദ്ധൻ അവിടെ ധർമ്മം ഉപദേശിക്കാൻ പോയില്ല. കാരണം എന്താ? അവിടെ ധർമ്മം ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഗൗതമ ബുദ്ധൻ ആദ്യം എന്ത് ചെയ്തേ? ഗൗതമ ബുദ്ധൻ തൻ്റെ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു, വേഗം പോയി അദ്ദേഹത്തിന് ആഹാരം കൊണ്ടുവന്ന് കൊടുക്കൂ. എന്നിട്ട് അദ്ദേഹത്തിന് മതിയാവോളം അദ്ദേഹത്തിന് ആഹാരം നിങ്ങൾ കൊടുക്കൂ എന്ന് അദ്ദേഹം തൻ്റെ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു. അദ്ദേഹം പറയുന്നത് കേട്ട ശിഷ്യന്മാർ, ഗുരു പറയുന്നത് എന്തും കേൾക്കുന്ന ശിഷ്യന്മാരാണവർ. അങ്ങനെ വേണം അല്ലേ? നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരെ എപ്പോഴും അനുസരിക്കണം. നമ്മൾ നമ്മുടെ ഗുരുക്കന്മാര് മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. മാതാവും പിതാവും ഗുരുവും ദൈവവും കഴിഞ്ഞേ ഉള്ളൂ നമുക്ക് മറ്റാരും. അത് മനസ്സിലാക്കണം കൂട്ടുകാരെപ്പോഴും. ആരാണ്? മാതാവ്, പിതാവ്, ഗുരു, ദൈവം. അപ്പോൾ ബുദ്ധന്റെ ശിഷ്യന്മാരും തൻ്റെ ഗുരുവിനെ അമിതമായി ദൈവത്തെ പോലെ കാണുന്നവര് ആയിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? ഗുരു പറയുന്ന കേട്ട മാത്രമേ തൻ്റെ ശിഷ്യന്മാർ ഓടിപ്പോയി ആഹാരം എടുത്തു കൊണ്ടുവന്ന് ആ യാചകന് കൊടുത്തു. യാചകൻ മതിയാവോളം ആഹാരം കഴിച്ചു. അദ്ദേഹത്തിന് വയറ് നിറയുവോളം അദ്ദേഹം ആഹാരം കഴിച്ചു. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോഴോ അദ്ദേഹത്തിൻ്റെ മുഖം പ്രസന്നമായി, ചിരിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി. അപ്പോൾ എന്ത് സംഭവിച്ചു? ആ